ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ വളരെ ആകാംക്ഷഭരിതമായ 362 എപ്പിസോഡ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഓണറുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവരും വലിയ ടെൻഷനിലാണ്. വന്ന അതിഥികൾക്കെല്ലാം എങ്ങനെ ഭക്ഷണം നൽകും എന്നോർത്ത് എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആശയുടെ മനസ്സിൽ ഒരു ബുദ്ധി തെളിയുന്നത്. പെട്ടെന്ന് തന്നെ തനിക്ക് തോന്നിയ ഐഡിയ നടപ്പിലാക്കാൻ വേണ്ടി ആശ അവിടെ നിന്നും വേഗത്തിൽ ഓടിപ്പോകുന്നു. മറുഭാഗത്ത് അപ്സരയെയാണ് കാണിക്കുന്നത്. താൻ ചെയ്ത ചതിയോർത്തുള്ള സന്തോഷത്തിലാണ് അവൾ. ഭക്ഷണം പാകം ചെയ്യാൻ വന്നവരുടെ ജ്യൂസിൽ പണികൊടുത്ത കാര്യം അവൾ തന്റെ അമ്മയോട് വളരെ വിശദമായി പറഞ്ഞു ചിരിക്കുകയാണ്. പാവം അവർ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അപ്സരയും അമ്മയും കൂടി അവിടെ ഇരുന്ന് ആഹ്ലാദിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഓഫ് നൽകി സപ്പോർട്ട് ചെയ്യുമല്ലോ. പെട്ടെന്നാണ് അപ്സര കണ്ണാടിയിൽ നോക്കുന്നത്. ഇന്ന് തന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് അവൾക്ക് സ്വയം തോന്നുകയാണ്. കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ അവൾ ഒരു സ്വപ്ന ലോകത്തേക്ക് പോകുന്നു. താൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള എല്ലാ പുരുഷന്മാരും തന്നെ നോക്കി നിൽക്കുന്നതായി അവൾ സങ്കല്പിക്കുന്നു. അപ്സര തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്സരയുടെ അമ്മയും അവളെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. നീ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് അമ്മ പറയുന്നു. താൻ റോഡിലൂടെ ഇറങ്ങി നടന്നാൽ എല്ലാ ആണുങ്ങളും തന്റെ പുറകെ വരുമെന്നും തനിക്ക് അത്രയും ആരാധകരുണ്ടെന്നും അപ്സര അമ്മയോട് അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. ഈ സംസാരത്തിനിടയിലും അവർ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ട് ആസ്വദിക്കുകയാണ്. പിന്നീട് അഗ്നിയോത്രി വീട്ടിലെ സോജയുടെ അമ്മയെയാണ് കാണിക്കുന്നത്. ഭരതിന്റെ കൂടെ സോജ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ തന്നെ എന്തുകൊണ്ട് കൂട്ടിയില്ല എന്ന പരിഭവത്തിലാണ് അമ്മ. തനിക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഒറ്റയ്ക്കാക്കി പോയതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. ആ സമയത്താണ് ഭരതും സോജയും അവിടേക്ക് വരുന്നത്. എന്നാൽ ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഭരത് വേഗം ഉള്ളിലേക്ക് കയറി പോകുന്നു. ഉടനെ തന്നെ സോജയമ്മയുടെ അടുത്തേക്ക് വരികയാണ്. തന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് ചോദിച്ച് അമ്മ സോജയോട് പിണങ്ങുന്നു. അമ്മയുടെ ആ കൊച്ചു പിണക്കം കണ്ടപ്പോൾ സോജയ്ക്ക് ചിരിയാണ് വന്നത്. അമ്മയെക്കുറിച്ച് തനിക്ക് നല്ല ചിന്തയുണ്ടെന്നും അതുകൊണ്ടാണ് പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാതിരുന്നതെന്നും സോജ പറയുന്നു. അമ്മയ്ക്ക് വേണ്ടി വീട്ടിലേക്ക് ഐസ്ക്രീം വാങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ പിണക്കം മാറുന്നു. അങ്ങനെ സോജ വളരെ സ്നേഹത്തോടെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. വീണ്ടും ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരാം. ആശയ്ക്ക് തോന്നിയ ഐഡിയ മറ്റൊന്നുമല്ല, അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്നതാണ്. സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് ആശ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു. എല്ലാവരും കൈകോർത്താൽ ഈ പ്രതിസന്ധി മറികടക്കാം എന്ന് ആശ പറയുന്നു. ഭക്ഷണമുണ്ടാക്കുന്ന സമയം വരെ അതിഥികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓണറിനോടും അശോകനോടും ആശ ഒരു സഹായം ചോദിക്കുന്നു. അതിഥികളുടെ അടുത്തേക്ക് പോയി അവരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും സമയം കളയാൻ ആശ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഓണർ അതിഥികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അതിഥികൾ എല്ലാവരും ആകെ ദേഷ്യത്തിലും നിരാശയിലുമാണ്. ഇത്രയും നേരമായിട്ടും കേക്ക് പോലും മുറിക്കാത്തതിൽ അവർക്ക് വലിയ പരാതിയുണ്ട്. തങ്ങളുടെ മക്കൾ വിശന്നു വലയുകയാണെന്നും ഇനി കാത്തിരിക്കാൻ കഴിയില്ലെന്നും അവർ ഓണറോട് പറയുന്നു. ഓണർ അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഓണർ അവർക്ക് പുതിയ കളികൾ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും ഭക്ഷണം റെഡിയാകുന്നതുവരെ അവിടെ നേരം തള്ളി നീക്കാൻ അദ്ദേഹം നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം അടുക്കള ഭാഗത്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആശ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ആശയും ഓണറുടെ ഭാര്യയും കൂടി പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പാത്രങ്ങളുടെ കുറവ് അവിടെ വലിയൊരു പ്രശ്നമാണ്. എങ്കിലും ഉള്ളത് വെച്ച് എല്ലാം ഭംഗിയായി ചെയ്യാമെന്ന് പറഞ്ഞ് ആശ ഓണറുടെ ഭാര്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് ആശ ഉറപ്പു നൽകുന്നു. പിന്നീട് അഞ്ജലിയെയാണ് കാണിക്കുന്നത്. ആശ്രമത്തിൽ തനിച്ചിരുന്ന് വിഷമിക്കുകയാണ് അഞ്ജലി. ആ സമയത്താണ് അഞ്ജലിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അഞ്ജലി കരയുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ വിഷമമായി. കാവ്യമോളെ കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിലും തന്റെ 2 മക്കളെ അവിടെ കണ്ടിട്ടും അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്തതിന്റെ വേദനയിലാണ് അഞ്ജലി. അമ്മ അഞ്ജലിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. സാരമില്ല മോളെ, എല്ലാം പതുക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. തകർന്ന മനസ്സുമായി നിൽക്കുന്ന അഞ്ജലിക്ക് അമ്മയുടെ വാക്കുകൾ ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റിൽ ഒരു റെഡ് ഹാർട്ട് ഇടാൻ മറക്കരുത്. മറുഭാഗത്ത് സോജയും അമ്മയും തമ്മിലുള്ള സംസാരം തുടരുകയാണ്. തന്റെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് സോജ വാചാലയാകുന്നു. ഭരത് ഇത്രയും മാറുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് സോജ പറയുന്നു. ഇതുവരെ ഒരു ഭർത്താവ് എന്നതിലുപരി തനിക്ക് സ്നേഹം നൽകാൻ ഭരതിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭരത് തന്നെ പുറത്തു കൊണ്ടുപോകുന്നതും സ്നേഹത്തോടെ സംസാരിക്കുന്നതും തന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് സോജ പറയുന്നു. സ്നേഹം എന്താണെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നും
ഭരത് നല്ലൊരു ഭർത്താവായി മാറിയെന്നും അവൾ അമ്മയോട് പറയുന്നു. തന്റെ ഭർത്താവിനെ താൻ ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്ന് സോജ പറയുന്നു. ജ്യോതിയുടെ കാര്യം ഭരതിനോട് ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ആ നല്ല നിമിഷങ്ങൾ കളയണ്ട എന്ന് കരുതി ചോദിച്ചില്ലെന്ന് സോജ പറയുന്നു. ഭരതിനോടുള്ള സ്നേഹം കൂടി സോജ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഒരു വശത്ത് സന്തോഷവും മറുവശത്ത് ഭയവും കലർന്ന വികാരങ്ങളാണ് സോജയ്ക്ക്. വീണ്ടും പാർട്ടിയുടെ അവിടെ അതിഥികൾ ബഹളം വെക്കുകയാണ്. സമയം ഒരുപാട് വൈകിയിട്ടും കേക്ക് മുറിക്കാത്തതിൽ അവർ പ്രതിഷേധിക്കുന്നു. ഓണർ എല്ലാവരോടും കുറച്ചു സമയം കൂടി കാത്തിരിക്കാൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ തയ്യാറല്ല. പാർട്ടി ഉടനെ അവസാനിപ്പിച്ചു പോകാൻ അവർ ഒരുങ്ങുന്നു. അപ്സര തന്റെ കുതന്ത്രങ്ങൾ അമ്മയോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിൻ അവിടേക്ക് കടന്നു വരുന്നത്. സച്ചിനെ കണ്ടതും അമ്മയ്ക്കൊരു ആവേശം വരുന്നു. മോനെ സച്ചിൻ, നീ ഒന്ന് ആ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നിടം വരെ പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമോ എന്ന് അമ്മ ചോദിക്കുന്നു. അവിടെയുള്ളവർ ഇപ്പോൾ എന്തവസ്ഥയിലാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ അമ്മയുടെ ഈ ചോദ്യം കേട്ടതും അപ്സര പെട്ടെന്ന് ഇടപെടുന്നു. എന്തിനാണ് എന്റെ മകൻ അവിടെ പോകുന്നത്? അവൻ അവിടെ പോകേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവൾ തറപ്പിച്ചു പറയുന്നു. സച്ചിൻ അവിടെ പോയി നിൽക്കുമ്പോൾ ആരെങ്കിലും അവനെ ശ്രദ്ധിച്ചാൽ ഈ പാർട്ടി കുളമാക്കിയതിന് പിന്നിൽ തന്റെ ബുദ്ധിയാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുമെന്ന ഭയം അപ്സരയ്ക്കുണ്ടായിരുന്നു. തന്റെ ചതി പുറത്താകാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്സരയുടെ ഈ വെപ്രാളം കണ്ടപ്പോൾ തന്നെ സച്ചിന് കാര്യം ഏകദേശം മനസ്സിലാകുന്നു. അവിടെ എന്തോ വലിയൊരു പണി അപ്സര ഒപ്പിച്ചിട്ടുണ്ടെന്ന് സച്ചിൻ ഉറപ്പിക്കുന്നു. അപ്സരയുടെ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അവിടെ എന്തോ കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് അവന് വ്യക്തമായി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അപ്സരയുടെ ചിന്ത മാറി. അവിടെ എന്താണ് ശരിക്കും നടക്കുന്നതെന്നും തന്റെ പണി പാളിയോ അതോ വിജയിച്ചോ എന്ന് നേരിട്ടറിയാൻ അവൾക്കും താല്പര്യം തോന്നി. സച്ചിൻ പോയാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടുമല്ലോ എന്ന് കരുതി അവൾ സച്ചിനെ അവിടേക്ക് പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ സച്ചിൻ അപ്സരയുടെ വാക്ക് കേട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് രഹസ്യമായി നീങ്ങുന്നു. അവിടെ ബഹളം കേട്ട് അശോക് ഓടിച്ചെല്ലുമ്പോൾ ആശയും ഓണറുടെ ഭാര്യയും പാത്രങ്ങൾ കൊണ്ടുപോകുന്നത് കാണുന്നു. ഭക്ഷണം ഇനിയും റെഡിയായില്ലേ എന്ന് അശോക് ചോദിക്കുമ്പോൾ ഉടനെ ശരിയാകുമെന്ന് ആശ മറുപടി നൽകുന്നു. അതിഥികളെ പിടിച്ചു നിർത്താൻ അശോക് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും തുടങ്ങുന്നു. അതോടെ കുട്ടികളെല്ലാം സന്തോഷത്തിലാകുന്നു. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് മൗനം സമ്മതം കടന്നുപോകുന്നത്. ഈ എപ്പിസോഡിന്റെ മുഴുവൻ വീഡിയോകളും നമ്മുടെ ഔദ്യോഗിക പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. പേജിന്റെ പേര് അശ്ലോക് യൂണിവേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുന്നവർ കമന്റ് ബോക്സിൽ റെഡ് ഹാർട്ടുകൾ ഓഫ് കൊണ്ട് നിറയ്ക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. വീണ്ടും കാണാം. നന്ദി.